എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ദീപാവലിയെക്കുറിച്ച് പറയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം ഒരുപോലെ ലഭിക്കുന്ന ദിവസമാണ് ദീപാവലി. ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ച് ലോകത്തിന് സമാധാനം വരുത്തിയ ദിവസമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് പടക്കം പൊട്ടിച്ചും മധുരം കഴിച്ചും നമ്മൾ ആഘോഷിക്കുന്നത്. അധർമ്മികളുടെ നാശം എത്ര ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നാളെ ഒക്ടോബർ 20 ദീപാവലി. ഇന്നേ ദിവസം ദീപാകലകതമാക്കി നമ്മൾ വീട് ഐശ്വര്യമായിട്ട് വെക്കണം. സന്തോഷവും സംതൃപ്തിയും ലോകത്തിന് നൽകുന്ന ദിവസം. ഇനി ഈ വ്രതത്തെ പറ്റി പറയാം. തലേന്ന് തന്നെ വ്രതം ആരംഭിക്കണം. മത്സ്യമാംസാദികൾ ത്യജിച്ച് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാം. ഉപവാസം എടുക്കാൻ പറ്റുന്നവർ ചെയ്താൽ നല്ലത്. അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിക്കാം. പിറ്റേന്ന് രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. പക്ഷേ അധികം പേരും അവർ ആഘോഷിച്ചും സദ്യ ഉണ്ടാക്കിയും മധുരം വിതരണം ചെയ്തുമാണ് ആഘോഷിക്കുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണ്ണ തേച്ച് കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക, അമ്പലത്തിൽ പോവുക ഒക്കെ നല്ലത്. വീട്ടിൽ തന്നെ തുളസിത്തറയിൽ നെയ്വിളക്ക് കത്തിച്ച് 21 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്ന ശുഭകരമാണ് ലക്ഷ്മി കടാക്ഷത്തിന്. വീട്ടിൽ ചിരാതിൽ വിളക്ക് കത്തിക്കാം. ഓരോ ആവശ്യത്തിനും ഇത്രയും വിളക്ക് എന്നുണ്ട്. ഇഷ്ടകാര്യം നടക്കാൻ 336 ദീപം, തൊഴിൽ നേടാൻ 244 ദീപം തുടങ്ങി അങ്ങനെ. ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം 108 തവണ ജപിച്ച് കൃഷ്ണപൂജ ചെയ്യുന്നത് ഐശ്വര്യത്തിന് നല്ലതാണ്. കൂടാതെ പാപം അകറ്റാൻ വിഷ്ണു ഗായത്രി വളരെ നല്ലതാണ്. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന വിഷ്ണു ഗായത്രി മന്ത്രം 2 നേരവും 28 വീതം ജപിക്കുന്നത് മനസ്സുഖത്തിനും പാവശമനത്തിനും ഗുണകരമാണ്. അന്നേ ദിവസം ദാനം നൽകുന്നതും നല്ലതാണ്. അരി ജന്മദോഷം തീർക്കാൻ നല്ലത്, ശർക്കര രോഗശാന്തിക്കുള്ളത്, വസ്ത്രം സമൃദ്ധി ഉണ്ടാവാൻ, പായസം മനഃശാന്തി ലഭിക്കാൻ. ദീപാവലി ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും ഏറെ ഗുണമുണ്ട്. ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു.